നമസ്കാരം കൂട്ടുകാരെ, KGM അസോസിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായിട്ട് സെപ്റ്റംബർ 1 ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒറ്റ സൈറ്റിൽ. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ആയിക്കോട്ടെ, കൊച്ചിൻ ദേവസ്വം ആയിക്കോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ആയിക്കോട്ടെ, കൂടൽമാണിക്യം ദേവസ്വം ആയിക്കോട്ടെ, എല്ലാ ദേവസ്വം ബോർഡുകൾക്കും അതിൻ്റേതായ സൈറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ദേവസ്വം ബോർഡുകളിലേക്കുമുള്ള നിയമനങ്ങൾ ഒരൊറ്റ കുടക്കീഴിലാക്കുക എന്നുള്ള ഉദ്ദേശിച്ച് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ ദേവസ്വങ്ങളുടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 1 നോട്ടിഫിക്കേഷൻ വന്നാണ്. സെപ്റ്റംബർ 30 വരെ അതിന് സൗകര്യമുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് ഇതിനുള്ളത്. വിവിധ ദേവസ്വം ബോർഡുകളിലോട്ടായി 37 തസ്തികകളിലാണ് ഒഴിവുള്ളത്. ഈ 37 തസ്തികകളിൽ 7ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ദേവസ്വം ബോർഡുകളിലോട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത വിഭാഗക്കാർക്ക് പറ്റില്ല. അപ്പോൾ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലോട്ട് ഉള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള അപേക്ഷകളാണ് ദേവസ്വം ബോർഡുകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ യോഗ്യതയുള്ളവർക്കുള്ള ഏതാനും ചില ഇതുകൾ മാത്രം ഒഴിവുകളെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് ഞാൻ ഇതിനോടകം ഇതിനടിയിൽ ലിങ്കായിട്ട് ഞാൻ രേഖപ്പെടുത്തി തരാം. അതിലേക്ക് പറയാം, ലിങ്ക് കഴിഞ്ഞ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈകിട്ട് 8 മണിക്ക് ഞാൻ ലൈവ് വരുന്നുണ്ട്. ലൈവിൽ നിങ്ങൾക്ക് മറ്റുള്ളതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 37 തസ്തികകളിലുള്ളതിൽ ആദ്യം വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 39/2025. 39/2025 എന്ന് പറഞ്ഞ ഈ കാറ്റഗറി നമ്പറിൽ വരുന്നത് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നാണ് ആ തസ്തികയുടെ പേര്. ആദ്യത്തെ തസ്തിക ഏതാണ്? LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2. ഇത് വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോട്ടാണ് ഈ നിയമനം വരുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോട്ടാണ് നമ്മളതിൻ്റെ നിയമനം വരുന്നത്. അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് അതിൻ്റെ ശമ്പളം വരുന്നത്. ഇത് 113 ഒഴിവുകളാണുള്ളത്. അതിന് പറയുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുക. ഇതിന് +2 യോഗ്യതകൾ പറയുന്നത് +2, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് അപേക്ഷിക്കാനായിട്ട് 500 രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത്. SC/ST വിഭാഗത്തിന് 250 രൂപയുമാണ് ഇതിന് അപേക്ഷാ ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കേണ്ടതാണ്. ഇനി അടുത്തത് വരുന്നത് 40/2025 എന്ന കാറ്റഗറി നമ്പർ. 40/2025 കാറ്റഗറി വരുന്നത് പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ തസ്തികയാണ് വരുന്നത്. ഇതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോട്ട് തന്നെയാണ് ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 23,000 രൂപ മുതൽ 50,200 വരെയാണ് ഇതിൽ ശമ്പളം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് അഥവാ SSLC ആണ്. SLC പാസ്സായവർക്ക് ഇതിലോട്ട് അപേക്ഷിക്കാം. ഇതിലോട്ട് ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അല്ലാത്തവർക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിന് പറയുന്ന യോഗ്യത SSLC സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
ഇത് വരുന്നത് വെറും 14 ഒഴിവുകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് 14 ഒഴിവാണ് വരുന്നത്. ഇതിന് പറയുന്ന പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിന് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപയാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. SC ST വിഭാഗക്കാർക്ക് 250 രൂപയുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി അടുത്ത ഒഴിവ് എന്ന് പറയുന്നത് 41/2025 41/2025 സ്ട്രോങ് റൂം ഗാർഡ് എന്നാണ് ആ തസ്തികയുടെ പേര്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ് പറയുന്നത്. കൂടാതെ ശാരീരിക യോഗ്യതകൾ കുറച്ച് പറയുന്നത് ഉയരം 165 സെൻറ്റിമീറ്റർ കുറഞ്ഞതുണ്ടായിരിക്കണം. അതുപോലെ ഭാരം 50 കിലോഗ്രാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെഞ്ചളവ് എന്ന് പറയുന്നത് 81 സെൻറ്റിമീറ്ററും അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കാണിക്കണമെന്നാണ് മിനിമമാണ് ഈ പറയുന്നത്. പിന്നെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച ശക്തി സ്റ്റാൻഡേർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ആൺകുട്ടികൾക്ക് മാത്രം, ബോയ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിന് വരുന്നത് 9 ഒഴിവുകളാണ് വരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. SC ST വിഭാഗക്കാർക്ക് 250 രൂപയാണ്. ഇനി നമ്മൾ 10ാം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ +2 വരെയുള്ളതിൻ്റെ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത ഡിഗ്രി വരെയുള്ളതിൻ്റെ വേറെ വരുന്നുണ്ട്. ഡിഗ്രി മറ്റുള്ള യോഗ്യതകളുടെ വേറെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ 10, +2 വരെയുള്ള 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവരെയാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അടുത്ത ലൈവ് ഞാൻ ഇടുന്നത് രാത്രി 8 മണിക്ക് ലൈവ് വന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള യോഗ്യതകളുടെ ഞാൻ ആ ലൈവിൽ എന്തായാലും കൃത്യമായിട്ട് ബാക്കിയുള്ള യോഗ്യതകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഞാൻ പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതകളുടെ മാത്രമാണ് പറയുന്നത്. 49/2025 ആ കാറ്റഗറി നമ്പർ. ഹെൽപ്പർ പ്രസ്സിലോട്ടുള്ള ഹെൽപ്പറിനെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്സിൻ്റെ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോട്ട് തന്നെയാണ് ഇതിൻ്റെയും അപേക്ഷ ചെയ്യുന്നത്. ശമ്പളം പറയുന്നത് 23,000 രൂപ മുതൽ 50,200 വരെയാണ്. 23,000 രൂപ 50,200 വരെയുള്ള ശമ്പളത്തിൻ്റെ പറയുന്നത് 8ാം ക്ലാസ്സാണ് ഇതിന് പറയുന്ന യോഗ്യത. ഇത് ആകെ ഒറ്റ ഒഴിവാണ് നിലവിലുള്ളൂ. ഒരു ഒഴിവിലോട്ടാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. ഇത് SC ST വിഭാഗക്കാർക്ക് 180 രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ്. അടുത്തതായിട്ട് പറയുന്നത് 54/2025 54/2025 വാച്ച്മാനാണ്. ഈ വാച്ച്മാൻ്റെ വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലാണ് വാച്ച്മാൻ്റെ വരുന്നത്. അതിൻ്റെ ശമ്പളം പറയുന്നത് 23,000 രൂപ മുതൽ 50,300 വരെയാണ്. 23,000 മുതൽ 50,300 വരെ. ഇത് 7ാം ക്ലാസ് ഉള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 7ാം ക്ലാസ് പാസ്സായിരിക്കുന്ന ഉള്ളതാണ് യോഗ്യത പറയുന്നത്. 38 ഒഴിവുകൾ നിലവിലുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് 300 രൂപയാണ്. 150 രൂപയാണ് SC STക്കാരുടെ യോഗ്യത ആപ്ലിക്കേഷൻ ഫീസ്. അടുത്തത് 66/2025 66/2025 ഇത് വരുന്നത് ക്ലർക്ക്, ദേവസ്വം അസിസ്റ്റൻറ്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിലോട്ടാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്കാണ്. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. SSLC യോഗ്യതയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. ആകെ ഒരു ഒഴിവുള്ളൂ. 18 മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. SC STക്കാർക്ക് 250 രൂപ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് 74/2025 74/2025 വരുന്ന LD ക്ലർക്കാണ്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലോട്ടാണ് ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ LD ക്ലർക്കിലായിട്ട് ഇതിൻ്റെ ശമ്പളം വരുന്നത് 18,000 രൂപ മുതൽ 41,500 വരെയാണ്. ഇത് പറയുന്നത് SSLC കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം.
ഇതാകെ ഒരു ഒഴിവുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന 500 രൂപയാണ്. SC ST വിഭാഗത്തിൽ 250 രൂപയാണ്. ഇത്രയും ഒഴിവുകളാണ് SSLC +2 അതുപോലെ തന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഉള്ളത് നിലവിലുള്ളൂ. ഇത് ഭൂരിഭാഗം എല്ലാം തന്നെ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിലുള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു 37 തസ്തികകളിലോട്ട് ഒഴിവുണ്ട്. ഈ 37 തസ്തികകളിൽ ഞാൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞത് 7 ഒഴിവുകളിലേക്കുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 30ഓളം ഒഴിവുകൾ വേറെ കിടക്കുന്നുണ്ട്. അത് പറയുന്നത് ഡിഗ്രി മറ്റു പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ളതാണ്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനുകളും അത് ഏതൊക്കെ വിഭാഗത്തിലുള്ളതാണെന്നുള്ളത് ഇന്ന് രാത്രി 8 മണിക്ക് എൻ്റെ KGN അസോസിയേഷൻ എന്ന ചാനലിൽ ഞാൻ ലൈവ് വരും. ആ ലൈവിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റുള്ള ഒഴിവുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുമാത്രമല്ല, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ലൈവ് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതല്ല, കൂടുതൽ വിവരങ്ങൾ അല്ലാതെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട്. നോട്ടിഫിക്കേഷനിൽ കയറി അപേക്ഷിക്കാം. ഈ പറഞ്ഞ എല്ലാ അപേക്ഷകളിലും ഈ പറഞ്ഞ എല്ലാ തസ്തികകൾക്കും 37 തസ്തികകളിലേക്കും സെപ്റ്റംബർ 1-നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷിക്കാനുള്ള കാലാവധി. അപ്പോൾ ഇത് യോഗ്യതയുള്ള കുഞ്ഞുമാസപ്പെട്ട ആൾക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം. അപ്പോൾ ഇത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിൽ കയറി അപേക്ഷിക്കാം. സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഇട്ട് തരാം. അതിൽ കയറി നോക്കുക. സംശയങ്ങൾ കാരണത്തിനായിട്ട് നമ്മുടെ ലൈവിൽ രാത്രി 8 മണിക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.